കണ്ടോ എന്റെ മീൻകറി കഴിച്ച് ഇവിടെ ആരാധകരുണ്ട്. എങ്ങനെയുണ്ട്? ഉപ്പും പുളിയും കറക്റ്റ്. ഇങ്ങനത്തെ ഒരു കറി ഇതുവരെ കഴിച്ചില്ല. എല്ലാം കറി കറക്റ്റ് ആണ്. ഗൈസ് ലെറ്റ്സ് മേക്ക് എ ഈസി ഫിഷ് കറി. പെട്ടെന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനെല്ലാം ആർക്കും ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഷ് കറി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ പുളിവെള്ളം, പിന്നെ 2 തണ്ട് കറിവേപ്പില. ജിഞ്ചർ ഗാർലിക് നമുക്ക് ക്രഷ് ചെയ്ത് വെക്കാം. പിന്നെ ഫിഷ് ഫട്ടാഫട്ട് കട്ട് ചെയ്ത് നമുക്ക് കറി പീസാക്കാം. ദെൻ ഒരു പാൻ എടുക്കാം. പാൻ എടുത്ത് നമുക്കതിലേക്ക് നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ വയ്ക്കാം. പിന്നെ ഈ ചെറിയുള്ളി ഇട്ട് നമുക്ക് സോട്ട് ചെയ്യാം. കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായി ക്യുക്കായി സോട്ടാവും. അങ്ങനെ നന്നായി സോട്ടായതിനു ശേഷം നമുക്കിനി നമ്മുടെ ടൊമാറ്റോ അതിലേക്ക് ഇട്ടു. ടൊമാറ്റോ നമുക്ക് ഇതേപോലെ തന്നെ സോട്ട് ചെയ്തെടുക്കണം. ടൊമാറ്റോയും ചെറിയുള്ളി അത്യാവശ്യം സോട്ടായി കഴിഞ്ഞാൽ നമുക്കതെടുക്കാം. അതെടുത്തിട്ട് നമുക്കൊരു മിക്സിയിലിട്ട് നന്നായി ക്രഷ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നല്ല ജ്യൂസ് പരുവത്തിൽ ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഞാനത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതേ പാനിൽ തന്നെ വി വിൽ സ്റ്റാർട്ട് അഗെയിൻ. നമുക്ക് കുറച്ച് ഉലുവ എടുത്ത് പൊട്ടിക്കാം. ഉലുവ നന്നായി പൊട്ടി ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലി അതിലേക്ക് ഇടാം. അതിട്ട് അതും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് പൊടികൾ ഇടാൻ തുടങ്ങാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, പിന്നെ ഒരു 3 സ്പൂണോളം നമുക്ക് മുളക് പൊടി വേണം. പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് നമുക്ക് കുരുമുളക് പൊടി. ഓക്കെ, ഇത് 3ഉം ഇട്ടാണ് ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. നന്നായി സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ടാമറിൻഡ് വാട്ടർ, ആ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കാം. ഇതിലാണ് നമുക്ക് പുളി വരുന്നത്. പിന്നെ നമ്മളിട്ട തക്കാളിയിലും. ഓക്കെ, അപ്പോൾ പുളി ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് പേസ്റ്റ് നന്നായിട്ട് സോട്ട് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്യാം. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അതിലിട്ട് കഴിഞ്ഞു. ഇനി 1 ഗ്ലാസ് ഓഫ് വാട്ടർ, നമുക്ക് കുറച്ച് ഗ്രേവി വേണം. പിന്നെ മീനൊന്ന് ഡിപ്പായി കിടക്കാനും കുറച്ച് വെള്ളം വേണം. അപ്പം നമുക്ക് ഒരു 1 ഗ്ലാസ് ഓഫ് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സിൽ അത് തിളയ്ക്കാൻ തുടങ്ങി. നൗ ദ എൻട്രി ഓഫ് ദ ഫിഷ്. നമുക്ക് അതിലേക്ക് ഫിഷ് ഇടാം. ഫിഷ് ഞാൻ കറി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിലേക്ക് ഇട്ട് അത് ജസ്റ്റ് അതിൽ മുങ്ങി കിടക്കുന്ന വിധം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അത് അതിനുള്ളിൽ മുങ്ങി കിടക്കണം, എന്നാലേ നന്നായി കുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം. അപ്പോഴാണ് ഇത് ഫുള്ളി കുക്കാവുക. അപ്പോൾ ഞാൻ 5 മിനിറ്റ് അടച്ചു വെച്ചു. തുറന്നപ്പോഴത്തേക്കും വാട്ട് എ സ്മെൽ, നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പം മീൻ കുക്കുമായിട്ടുണ്ട്. വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒന്ന് തൂക്കി കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്, അവർ ഫിഷ് കറി ഈസ് റെഡി. നൗ ഐ വിൽ ട്രൈ വിത്ത് ബ്രെഡ്. അപ്പോൾ ഞാൻ ഫിഷ് കറിയും ബ്രെഡും ഒരു കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു ഫിഷിൻ്റെ തല പീസ് എടുത്തു. ഒരു വീറ്റ് ബ്രെഡിൽ അതിൻ്റെ ഗ്രേവി മുക്കി കഴിക്കുകയാണ്. ഓക്കെ, ഐ വിൽ ടെൽ യു ദ ഫീഡ്ബാക്ക് ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. ക്ലാസിക്. ഉപ്പ് എരു പുളിയൊക്കെ കറക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഈസിയാണ്, എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.